ഉരുപ്പടികളുടെ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് കോടതിയിൽ മുദ്രവെച്ച കവറിലാണ് BSSC കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യാപേക്ഷയുമായി വീണ്ടും കോടതിയെ സമീപിച്ചു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ നിർണായക റിപ്പോർട്ടാണ് BSSCയുടേത്. ദ്വാരപാലക ശില്പത്തിനും കട്ടളപ്പാളിക്കും പുറമെ കൂടുതൽ സ്വർണ്ണ തട്ടിപ്പ് ശബരിമലയിൽ നടന്നിട്ടുണ്ടോ എന്ന് ഉടൻ അറിയാം. സ്വർണത്തിന്റെ കാലപ്പഴക്കവും മൂല്യവും പരിശോധനയിലൂടെ നിർണയിച്ചിട്ടുണ്ട്. മുദ്രവെച്ച കവറിൽ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് അന്വേഷണ സംഘം ഉടൻ വാങ്ങും. ഇതിനുശേഷമാകും തുടർ നടപടി. തിരുവനന്തപുരം സെൻട്രൽ ജയിലിലെ ഡോക്ടർമാർ സ്വകാര്യ ആശുപത്രിയിലെത്തി KP ശങ്കർദാസിനെ പരിശോധിച്ചു. സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ജയിലിലേക്കോ മെഡിക്കൽ കോളേജിലേക്കോ KP ശങ്കർദാസിനെ മാറ്റുന്നത് ഡോക്ടർമാരുടെ റിപ്പോർട്ട് പരിഗണിച്ച ശേഷമാകും. അതേസമയം അറസ്റ്റിലായി 90 ദിവസം പൂർത്തിയായ സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യത്തിനായി വീണ്ടും കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിച്ചു. N. വിജയകുമാറിനെ ഒരു ദിവസത്തേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. ദേവസ്വം ബോർഡിനെയും നിരപരാധികളായ ജീവനക്കാരെയും മനഃപൂർവ്വം പ്രതിയേർക്കാനുള്ള ശ്രമങ്ങൾ ചില മാധ്യമങ്ങൾ നടത്തുന്നതായി ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് ആരോപിച്ചു. പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരുന്നു. മീഡിയ 1 തിരുവനന്തപുരം.